പാലക്കാടിന്റെ MLA സ്ഥാനത്ത് നിന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിക്ക് വേണ്ടി മുറവിളിയുയരുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്നത് ഒറ്റ കാര്യമാണ്. രാഹുലിന്റെ രാജിയില്ലാതെ മുഖം രക്ഷിക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിനും നന്നായി അറിയാം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ രാജിവെച്ചാൽ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമോ എന്നതാണ് പാർട്ടിയെ ആശങ്കപ്പെടുത്തുന്ന ചോദ്യം. ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 151A പ്രകാരം ഒരു നിയമസഭയുടെ കാലാവധി 1 വർഷത്തിൽ താഴെ മാത്രമാണെങ്കിൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നിർബന്ധമല്ല എന്ന് പറഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ പാടില്ല എന്നില്ല. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവേചനാധികാരമാണ്. അവിടെയാണ് കോൺഗ്രസിന് ഭയപ്പാടുള്ളത്. പ്രത്യേകിച്ച് പാലക്കാട് BJP 2ാം സ്ഥാനത്തുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ BJP ആഗ്രഹിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ പാലക്കാട് നിലനിർത്തുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായിരിക്കും. പാലക്കാട് അടിപതറിയാൽ നിലമ്പൂരിലെ അടക്കം മിന്നുന്ന വിജയവുമായി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന UDF-ന് അത് കനത്ത തിരിച്ചടിയായി മാറും. ആ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് പ്രധാനപ്പെട്ട അഭിഭാഷകരുമായി നിയമോപദേശങ്ങൾ തേടിക്കഴിഞ്ഞു. എല്ലാവരും ഗുവാഹട്ടി ഹൈക്കോടതിയുടെയും തെലങ്കാന ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും മുന്നുത്തരവുകളൊക്കെ ചൂണ്ടിക്കാണിച്ച് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവേചനാധികാരമാണെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് പാലക്കാട് മാത്രമായിരിക്കില്ല. പീരുമേട്ടിലും ഉപതെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും. പിന്നാലെ വരാനിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ്. അതിന്റെ മുന്നൊരുക്കങ്ങളെയെല്ലാം ഇത് സാരമായി ബാധിക്കും. അതാണ് കോൺഗ്രസ് നേതൃത്വത്തെ ആകുലപ്പെടുത്തുന്നത്. ഇനി 20 വർഷം പുറകോട്ട് പോയാൽ ഒരു ചരിത്രമുണ്ട്. സാക്ഷാൽ ലീഡർ K. കരുണാകരൻ കോൺഗ്രസ് വിട്ടതിന് പിന്നാലെ അദ്ദേഹം രാജ്യസഭാംഗത്വം രാജിവെക്കുന്നു. അന്ന് ആ സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നത് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞിരുന്ന AK ആന്റണിയാണ്. 2005 മെയ് 27-നാണ് AK ആന്റണി രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അന്ന് അദ്ദേഹം ചേർത്തലയുടെ MLA ആണ്. പക്ഷേ അദ്ദേഹം അടുത്ത ദിവസങ്ങളിലൊന്നും MLA സ്ഥാനം രാജിവെച്ചില്ല. കാരണം ജൂൺ 5-ന് മുൻപ് അദ്ദേഹം രാജിവെച്ചാൽ ചേർത്തലയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരുമായിരുന്നു. AK ആന്റണി രാജിവെക്കുന്നത് ജൂൺ 8-ാം തീയതിയാണ്. അങ്ങനെ അദ്ദേഹം ചേർത്തലയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കിയെടുത്തു. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ചേർത്തലയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നേരിടുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായിരുന്നു. സമാനമായ സാഹചര്യമാകും പാലക്കാടും കോൺഗ്രസിനെ കാത്തിരിക്കുന്നത്.